നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. പെൻഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങളെല്ലാം സേവനയുടെ സൈറ്റിൽ ഇപ്പോൾ ലഭ്യമായി തുടങ്ങുകയാണ്. നമുക്കിനി മുതൽ പെൻഷനുമായി ബന്ധപ്പെട്ട സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, വ്യക്തികളുടെ സ്റ്റാറ്റസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, തുക അക്കൗണ്ടിലേക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച വിവരങ്ങൾ, അങ്ങനെയുള്ള എല്ലാ അടിസ്ഥാന വിവരങ്ങളും സേവന പെൻഷൻ വെബ്സൈറ്റിൽ ഇനി മുതൽ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ പോയി സ്റ്റാറ്റസ് ഒന്നും അറിയേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളുടെ ഫോൺ വഴി നമുക്കൊരു പെൻഷനർ ID ലഭിക്കും. അതല്ല എങ്കിൽ നമുക്ക് ആധാർ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കുന്നതായിരിക്കും. ആനുകൂല്യം ലഭിച്ചവരുടെ വിവരങ്ങൾ കൃത്യമായിട്ട് സേവനയുടെ സൈറ്റിൽ ലഭ്യമാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക. നമുക്ക് ലഭിച്ചിട്ടുള്ള ആനുകൂല്യത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പുകളെല്ലാം അതിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. 10,18,000 പേർക്ക് ഇപ്പോൾ ധനസഹായം ലഭിച്ചു. അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് ബാക്കിയുള്ളവർക്കും, അതായത് തുക മുടങ്ങിയവർക്കുൾപ്പെടെ ചേർത്ത് ലഭിക്കുന്നതായിരിക്കും. മാർച്ച് മാസമായിരിക്കും അടുത്ത ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണം ഉണ്ടാവുക. ഇനി എല്ലാ മാസവും സർക്കാരിൻ്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന പോലെ തന്നെയാണ് പ്രതിമാസം 1000 രൂപ പദ്ധതിയുടെ വിതരണവും നടക്കുന്നത്. നമ്മളുടെ സംസ്ഥാനത്ത് ഏകദേശം 30 ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ട സഹായമാണിത്. എന്നാൽ ഇതിലിപ്പോൾ 17 ലക്ഷത്തോളം അപേക്ഷകരാണ് വന്നിട്ടുള്ളത്. അതിലിപ്പോൾ പലരുടെയും വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്രൂവൽ ആകുന്ന മുറയ്ക്ക് ഇവർക്കെല്ലാം തന്നെ ധനസഹായം അടുത്ത ഗഡു പൊതുവായിട്ട് വിതരണം ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിലേക്ക് കയറുന്നതായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിച്ചു. 2000 രൂപ വീതം 25-ാം തീയതി വൈകുന്നേരത്തോടെയാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത്. സർക്കാർ പറഞ്ഞ തീയതിയിൽ തന്നെയാണ് വിതരണ കാര്യങ്ങൾക്ക് തുടക്കമായതും. ഇപ്പോൾ 63 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക സ്വീകരിക്കുന്ന വ്യക്തികൾക്കൊക്കെയാണ് 25-ാം തീയതിയുടെ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. കൈകളിലേക്കും തുക വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കുന്നവർക്ക് ആ വിഹിതം ആദ്യഘട്ടത്തിൽ കുറവാണ് ലഭിച്ചിട്ടുള്ളത്. അതായത് 200 രൂപ മുതൽ 500 രൂപ വരെ കുറവായിട്ട് വന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ കേന്ദ്ര വിഹിതവും വളരെ വൈകാതെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും. ഇനി കേന്ദ്രവിഹിതം അക്കൗണ്ടിലേക്ക് വന്നവരുണ്ടെങ്കിൽ അവർ ആ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് അറിയുകയാണ് എങ്കിൽ മറ്റുള്ളവർക്ക്, അതായത് ഈ കേന്ദ്രവിഹിതം ലഭിക്കുന്ന അക്കൗണ്ടിലേക്ക് ഇതുവരെ വരാത്തവർക്കും അതൊരു പ്രതീക്ഷ നൽകുന്ന അറിയിപ്പായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഇനി പ്രത്യേകിച്ച് ഈ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം നമ്മൾ ഉദ്ദേശിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് വരണമെന്നില്ല. ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉള്ളവരുണ്ടാകും, അല്ലെങ്കിൽ ലോണിന് വേണ്ടി ഏതെങ്കിലുമൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തവരുണ്ടാകും. അപ്പോൾ ഏറ്റവും പുതുതായിട്ട് എടുക്കുന്ന അക്കൗണ്ട് ആധാർ സീഡഡ് അക്കൗണ്ടായിട്ട് മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആധാർ സീഡഡ് ബാങ്ക് അക്കൗണ്ട് ആയിക്കഴിഞ്ഞാൽ ആ അക്കൗണ്ടിലേക്ക് ധനസഹായം വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇനി ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡഡ് അല്ല എങ്കിൽ ചിലപ്പോൾ പലരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്തെടുക്കാൻ പ്രയാസമുണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രയാസമുള്ള അക്കൗണ്ടുകളിലേക്ക് തുക എത്താനും ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ളവർ പോസ്റ്റ് ഓഫീസുകളിൽ അക്കൗണ്ട് ആരംഭിക്കുകയും വേണം. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് ഡിജിറ്റൽ റവന്യൂ കാർഡിന് ഇപ്പോൾ തുടക്കമാവുകയാണ്. വളരെ വൈകാതെ തന്നെ ഇത്തരത്തിലുള്ള കാർഡുകൾ നമ്മളുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്ന വില്ലേജുകളിൽ മുൻഗണന നൽകിയാണ് ഇത്തരത്തിൽ ഡിജിറ്റൽ റവന്യൂ കാർഡുകൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ചെയ്യുക. നമ്മളുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഏതുതരം സ്ഥലമാണ്, അതോടൊപ്പം സ്ഥലത്തിൻ്റെ വിസ്തീർണം, സർവേ, ഡിവിഷൻ, സബ് ഡിവിഷൻ നമ്പർ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മൾ കെട്ടിട നികുതി, അതോടൊപ്പം തന്നെ വസ്തുനികുതി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇത് ഭാവിയിൽ വിവിധ ആപ്ലിക്കേഷനുകൾ, അതായത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, അതോടൊപ്പം തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എല്ലാം വിവിധ സേവനങ്ങൾക്ക് അപേക്ഷകൾ വയ്ക്കുമ്പോൾ, സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ അപേക്ഷ വയ്ക്കുമ്പോൾ ഈ ഒരു രേഖ കാണിച്ചാൽ മതിയാകും. ഇതിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ വളരെ വേഗം ഉദ്യോഗസ്ഥർക്ക് ആക്സസ് ചെയ്യാനും മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യാനും വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ പ്രോപ്പർട്ടി കാർഡുകളുടെ സവിശേഷത. വളരെ വൈകാതെ തന്നെ ഈ കാർഡുകൾ ഡിജിറ്റൽ റിസർവേ പൂർത്തിയാകുന്ന മേഖലകളിൽ വിതരണം ആരംഭിക്കുന്നതായിരിക്കും. സവിശേഷ തിരിച്ചറിയൽ നമ്പർ, QR കോഡുകളെല്ലാം ഇതിൻ്റെ സവിശേഷതയാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.